രാവിലെ ഞങ്ങൾ അബിയെ സ്കൂളിൽ വിട്ടിട്ട് വന്നിട്ട് നാനുവിന് പോകാൻ വേണ്ടി ഒരുങ്ങുവാണ്. നാനുവിൻ്റെ സ്കൂൾ തുറക്കുന്നതും ഇന്നാണ്, നാനുവിൻ്റെ ബർത്ത്ഡേയും ഇന്നാണ്. ജൂൺ 4-നാണ് നാനുവിൻ്റെ ബർത്ത്ഡേ കേട്ടോ. അതുകൊണ്ട് പിന്നെ ഓർമ്മിക്കാനും നമുക്ക് എളുപ്പമുണ്ട് കേട്ടോ. നാനുവിൻ്റെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടുള്ള കോപ്രായങ്ങളാണ് ഇതൊക്കെ കേട്ടോ. രാവിലെ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുവാണ്. അതിനുശേഷം നാനും കൂടെ അമ്പലത്തിൽ പോയി കേട്ടോ. അമ്പലത്തിൽ എത്തിയപ്പോഴത്തേക്കും 9:30 കേട്ടോ. അമ്പലം അടച്ചു. പിന്നെ എന്താ ചെയ്യുക, പുറത്ത് നിന്ന് തൊഴുത് കേട്ടോ. നാനും പുറത്ത് നിന്ന് തൊഴുതു. പിന്നെ ചന്ദനമൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങളെടുത്ത് തൊട്ടിട്ട് വന്നു കേട്ടോ. എന്നിട്ട് നേരെ ഇറങ്ങിയതും മഴ അങ്ങോട്ട് ചാറാൻ തുടങ്ങി കേട്ടോ. പിന്നെ അവിടെ കയറി കുറച്ച് നേരം നിന്നതിന് ശേഷം ഞങ്ങൾ പിന്നെ മഴ ഒന്ന് തോന്നുന്നെന്ന് കണ്ടപ്പോൾ ഇറങ്ങി. വീണ്ടും മഴ തന്നെ തുടങ്ങി കേട്ടോ. പിന്നെ സ്കൂളിലെത്തിയപ്പോൾ 10 മണി കഴിഞ്ഞായിരുന്നു. പിന്നെ അവിടെ പ്രോഗ്രാംസ് ഒക്കെ തുടങ്ങി, കുട്ടികളുടെ പാട്ടും പിന്നെ pre-KG സെക്ഷൻ കുറേ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്, ഗിഫ്റ്റ് ഒക്കെ കൊടുത്തേ. പിന്നെ നാനും ആണെങ്കിൽ ബർത്ത്ഡേ ആയതുകൊണ്ട് സ്വീറ്റ്സ് ഒക്കെ കൊണ്ടുപോയായിരുന്നു കേട്ടോ. അത് പിന്നെ ക്ലാസ്സിൽ എല്ലാവർക്കും കൊടുത്തു. ഞാനും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ, ഇന്ന് എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയതുകൊണ്ട്. അത് കഴിഞ്ഞ് ഇറങ്ങിയത് വീണ്ടും മഴ. ഞങ്ങൾ പിന്നെ അവിടെ കയറി ഇരുന്നൊക്കെ എങ്ങനെയെങ്കിലും വീട്ടിലെത്തി. ചാടിപ്പടച്ച് ഓടി ഇറങ്ങിയതുകൊണ്ട് നമ്മൾ റെയിൻകോട്ട് സംഭവങ്ങളൊക്കെ എടുക്കാൻ മറന്നു. ഈ മഴ ഫുള്ള് നനഞ്ഞു. പിന്നീട് അവിടെ ഒരു കേക്കിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേക്ക് വാങ്ങി. എനിക്കൊരു അബദ്ധം പറ്റി എന്താണെന്ന് വെച്ചാൽ, കേക്ക് എടുത്ത് നമ്മുടെ വണ്ടിക്കകത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ പായസം വെക്കാനായിട്ട് ഒരു പായസം മിക്സ് വാങ്ങിച്ചായിരുന്നു. അതെടുത്ത് വെച്ചു കേട്ടോ. അതെടുത്ത് വെച്ചതും വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ അതങ്ങ് പതിഞ്ഞു പോയിട്ട് കേക്കിൻ്റെ ഫ്രണ്ട് മുഴുവൻ പോയി കേട്ടോ. ഫുൾ എഴുതിയിരുന്നതെല്ലാം പോയി. നാനും ഭയങ്കര വിഷമമായി എഴുതിയത് പോയപ്പോൾ. ഞാൻ ഇന്ന് നേരത്തെ സ്കൂളിൽ നിന്ന് തിരിച്ച് വരണം, നാനുവിന് ചെറിയ രീതിക്ക് സദ്യ പോലെ ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ വിചാരിച്ച് പ്ലാൻ ചെയ്താണ് ഇവിടുന്ന് പോയത്. പക്ഷേ പിന്നെ നമ്മുടെ മത്തങ്ങ ഉണ്ടല്ലോ, അത് എരിശ്ശേരി വെക്കാനായിട്ട് അമ്മ കഷ്ണമാക്കി തന്നായിരുന്നു. അത് പിന്നെ ഞാൻ പെട്ടെന്ന് കുക്കറിലോട്ട് വെച്ച്. ഇപ്പുറത്തെ അടുപ്പിൽ പായസം വെക്കുന്നുണ്ടായിരുന്നു. പായസം ഞാൻ ആദ്യം പാല് തിളപ്പിച്ചിട്ട് പിന്നെ അതിലോട്ട് പായസം മിക്സ് ഉണ്ടല്ലോ അതെടുത്ത് തട്ടി. എനിക്ക് പറ്റിയ അബദ്ധം ഉണ്ടല്ലോ ഗൈസ്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ പാല് വെച്ചപ്പോഴും ഇതിൽ പഞ്ചസാര പായസം മിക്സിലുണ്ടല്ലോ, ഞാൻ എക്സ്ട്രാ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തേ. അപ്പോൾ പിന്നെ അടിപൊളിയായി. നല്ല അടിപൊളി മധുരം എന്ന് വെച്ചാൽ കട്ട മധുരമായി. കട്ട മധുരത്തിൽ ഞാൻ പിന്നെ അമ്മയോട് പറഞ്ഞു പാല് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു വേണ്ട. അമ്മ പറഞ്ഞു വേണ്ട, ഇനി പാലൊന്നും ഒഴിക്കണ്ട എന്ന് പറഞ്ഞു. പിന്നെ മഴയെന്ന് വെച്ചാൽ നല്ല അടിപൊളി മഴയായിരുന്നു. രാവിലെ പോകാനുള്ള പ്രിപ്പറേഷനൊക്കെ രാവിലെ തുടങ്ങിയതാണ്. പക്ഷേ ഒന്നും സമയത്തിനായില്ലെന്ന് വേണം പറയാനായിട്ട്. പോയപ്പോൾ നല്ലപോലെ താമസം. ആകെയുള്ള വിഷമം എന്ന് വെച്ചാൽ അമ്പലത്തിൽ കയറി നല്ലപോലെ പ്രാർത്ഥിക്കാൻ പറ്റിയില്ല എന്നുള്ള വിഷമം കേട്ടോ. കഴിഞ്ഞ തവണ ഞങ്ങൾ വീട് മാറി ഇങ്ങോട്ട് വന്നപ്പോഴായിരുന്നു ഞാൻ എൻ്റെ ബർത്ത്ഡേ. സത്യം പറഞ്ഞ ബർത്ത്ഡേ വരെ മറന്നു. ഓർക്കാൻ എളുപ്പത്തിന് ജൂൺ 4 തന്നെയായിരുന്നു, പക്ഷെ മറന്നുപോയി എന്ന് വേണം പറയാം. അതുകൊണ്ട് വിചാരിച്ചു എന്തായാലും ഇത്തവണ എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കണം എന്നൊക്കെ വിചാരിച്ച് പ്ലാൻ ചെയ്താണ് ഇരുന്നത്. പക്ഷേ വിചാരിച്ച രീതിയിലൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ഫുഡൊക്കെ ഉണ്ടാക്കണമെന്നാണ് വിചാരിച്ചത്, ഒന്നും പറ്റിയില്ല. അപ്പോൾ പിന്നെ നമുക്ക് പായസം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ എരിശ്ശേരിയുടെ കൂട്ടെല്ലാം അരച്ച് അതിൽ തന്നെ വെച്ച് പിന്നെ അങ്ങ് ഇളക്കി. അപ്പം ഞാൻ നോക്കിയപ്പോൾ കുറച്ച് വെള്ളം അധികം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വിചാരിച്ചു ഒന്നുകൂടെ കുക്കറിൽ വെച്ചിട്ട് ഒരു വിസിലൂടെ കേൾപ്പിക്കാം എന്ന് വിചാരിച്ചത് അങ്ങ് എടുത്ത് വെച്ചു. അങ്ങനെ പിന്നീട് എന്താ, അപ്പോൾ പിന്നെ ഇൻസ്റ്റൻറ്റ് പായസം മിക്സ് അല്ലേ, നമ്മൾ പിന്നെ പായസം അപ്പം തന്നെ റെഡി ആയിരുന്നു. പിന്നെ എക്സ്ട്രാ ഞാൻ ക്യാഷ്യനട്ടും ഇതൊക്കെ മുന്തിരിങ്ങയൊക്കെ വാങ്ങിയിട്ട് വന്നായിരുന്നു. അപ്പോൾ ഞാൻ വാങ്ങാൻ നേരത്തെ അവർ പറഞ്ഞാൽ അതിലുണ്ടെന്ന്, പക്ഷേ എനിക്കത് എന്തോ എക്സ്ട്രാ വേണമെന്ന് തോന്നി ഞാൻ വാങ്ങിച്ചേ. വന്ന് നോക്കിയപ്പോൾ അത് വെച്ചപ്പോൾ അതിലൊന്നും ഞാനിതൊന്നും കണ്ടില്ല. എന്നാൽ നല്ലപോലെ വിശന്നിരിക്കുമായിരുന്നു. ഞാനും പായസം ചോറും ഒക്കെ കഴിച്ചേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ടാറ്റാ ബൈ ബൈ.